എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ചുട്ടരച്ച ഇരുമ്പമ്പുളി ചമ്മന്തിയാണ്. അത് തയ്യാറാക്കാം. അതിനായിട്ട് എടുത്ത ഇരുമ്പമ്പുളിയാണ്, ഒരു 10 ഇരുമ്പമ്പുളിയാണ് ഞാനിപ്പോൾ എടുത്തത്. കൂടുതൽ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഇരുമ്പമ്പുളി നിങ്ങൾക്ക് എടുക്കാം. പഴുത്ത ഇരുമ്പമ്പുളിയും ചെറിയ ഇരുമ്പമ്പുളി എടുക്കരുത്. ഈ ഒരു പരുവത്തിൽ ഇരുമ്പമ്പുളി എടുക്കുക. ഇനി ഇത് ചുട്ടെടുക്കാം. പുളി ചുട്ടെടുക്കാനായിട്ടൊരു പപ്പടക്കോല് എടുക്കുക. അതിലേക്ക് ഓരോന്നോരോന്ന് കോർത്ത് സ്റ്റൗ കത്തിച്ച് ആ ചൂട്ടിലാണ് ഞാൻ ചുട്ടെടുക്കണത്. നിങ്ങൾക്ക് അടുക്കളയിൽ അടുപ്പ് കത്തിക്കണവരാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇരുമ്പമ്പുളി ഇട്ട് അതിൻ്റെ മുകളിൽ കണൽ കോരിയിട്ടിട്ട് ഇത് തയ്യാറാക്കി ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ കമ്പിയിൽ കോർത്ത് സ്റ്റൗമ്മയാണ് ഇത് തയ്യാറാക്കാൻ പോണത്. നമുക്ക് പുളി ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 പുളിയാണ് ഇതുമ്മ കോർത്ത് ചുടണത്. അല്ലെങ്കിൽ കമ്പി പഴുത്ത കൈ പൊള്ളണത് കൊണ്ട് 5 പുളി ചുട്ടെടുക്കാം. തിരിച്ചും മറിച്ചും നമുക്ക് പുളി ഇങ്ങനെ ചുട്ടെടുക്കാം. സ്റ്റൗമ്മ ആയാലും ഇതുപോലെ തയ്യാറാക്കിയെടുക്കണം. സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചുട്ട് വെച്ചേക്കണ ഇരുമ്പമ്പുളി ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു 10 ചുമന്നുള്ളി, തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം. ചുമന്നുള്ളിയുടെ പച്ചച്ചുവ മാറാനും ചമ്മന്തിക്ക് ടേസ്റ്റ് കൂടാനാണ് ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കണത്. ഇനി ഇതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. 10 ചെറിയ പിരിയൻ മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് വീണ്ടും വഴറ്റി എടുക്കാം. മുളക് കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ചേർക്കണത് കുറച്ച് കറിവേപ്പില, ഇത് ചേർത്ത് കൊടുക്കും. എല്ലാം കൂടി വഴറ്റി കൊടുക്കാം. നല്ല സ്വാദുള്ളൊരു ഇരുമ്പമ്പുളി ചമ്മന്തിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത്. ഇതുപോലെ വേണം നിങ്ങൾ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി തീ ഓഫ് ചെയ്യാം. കറക്റ്റ് പാകത്തിന് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ കുറച്ച് ഉപ്പ് ചേർത്ത് അരച്ചെടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു കറക്റ്റ് അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കണത്. ഇനി കുറച്ച് അരഞ്ഞ് കിട്ടാനുള്ള ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്രയും മതി. അത് ഒഴിച്ച് കൊടുത്ത് ഇനി അതൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. നല്ല രീതിയിൽ തന്നെ കറക്റ്റ് അളവിൽ ചമ്മന്തി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലൊരു ഇരുമ്പമ്പുളി ചമ്മന്തി ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇത് നമുക്ക് എടുക്കാം.
നല്ലൊരു പഴങ്കഞ്ഞി തയ്യാറാക്കാനായിട്ട് ഇന്നലെ എടുത്തുവെച്ച പഴങ്കഞ്ഞിയാണിത്. ഇതിലേക്ക് ഇനി കുറച്ച് കനം കുറഞ്ഞരിഞ്ഞ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. പുളി കുറഞ്ഞ തൈരാണ്. അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൈകൊണ്ട് വേണം ഉടച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് കൈകൊണ്ട് ഉടച്ചെടുക്കാം. പഴങ്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈകൊണ്ട് നന്നായി ഉടച്ച് എടുത്ത പഴങ്കഞ്ഞിയാണ്. ഇതുപോലെ വേണം. ഉപ്പും മുളകും ഉള്ളിയൊക്കെ കറക്റ്റ് ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു പഴങ്കഞ്ഞിയാണ്. അതിൻ്റെ കൂടെ ഒരു തോരനും കൂടി ഞാൻ തയ്യാറാക്കിയിട്ട് ഉണ്ടായിരുന്നു. ചെറുപയർ തോരനാണ്. പിന്നെ ഇരുമ്പമ്പുളി ചമ്മന്തി, സ്പെഷ്യൽ നമ്മുടെ ഇരുമ്പമ്പുളി ചമ്മന്തി. കൂടെ ഒരു പപ്പടം കൂടി ആവാം. ഇരുമ്പമ്പുളി ചമ്മന്തിയും പഴങ്കഞ്ഞിയും ചെറുപയർ തോരനും പപ്പടവും ചേർത്ത് നമുക്കൊരു നല്ല പഴങ്കഞ്ഞി കഴിക്കാം. കഞ്ഞീരെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റണ ഒരു സ്പെഷ്യൽ ഇരുമ്പമ്പുളി ചമ്മന്തിയാണ്. ഇപ്പോഴൊക്കെ ഇരുമ്പമ്പുളി സീസൺ ആയിക്കൊണ്ട് എല്ലാവർക്കും കിട്ടണ സമയമാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഇരുമ്പമ്പുളി ചമ്മന്തി തയ്യാറാക്കുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക.